സ്വകാര്യ ടെലികോം കമ്പനികളായ എയർടെലും ജിയോയും റീചാർജ് പ്ലാൻ നിരക്കുകൾ വർദ്ധിപ്പിച്ചതോടെ നിരവധി ഉപയോക്താക്കൾ BSNLിലേക്ക് മാറുന്നതായ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഇതിനിടെ ഇപ്പോൾ BSNLും ഡാറ്റയും കൈകോർക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. അങ്ങനെയെങ്കിൽ ഇത് ഇന്ത്യൻ ടെലികോം രംഗത്ത് വൻ മത്സരത്തിനാണ് വഴിവെക്കുക. കഴിഞ്ഞ മാസം ജിയോ ആണ് ആദ്യ റീചാർജ് നിരക്കുകൾ വർദ്ധിപ്പിച്ചത്. പിന്നാലെ എയർടെലും വിയും നിരക്ക് വർധന പ്രഖ്യാപിച്ചു. 12% മുതൽ 25% വരെയാണ് ജിയോയുടെ നിരക്കുകൾ വർദ്ധിപ്പിച്ചത്. 11% മുതൽ 21% വരെ എയർടെലും 10% മുതൽ 21% വരെ വിയും നിരക്കുകൾ ഉയർത്തി. സാധാരണക്കാരന്റെ കീശ കീറുന്ന താരിഫ് വർധനയാണ് നടപ്പാക്കിയതെന്ന് വ്യാപക വിമർശനമുയർന്നിരുന്നു. ഇതോടെ ഉപയോക്താക്കൾ BSNLിലേക്ക് സിം പോർട്ട് ചെയ്യാൻ തുടങ്ങി. BSNL 4G കണക്ടിവിറ്റി വെക്കാതെ ആരംഭിക്കുമെന്ന് ബന്ധപ്പെട്ട വൃത്തങ്ങൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ആ പ്രതീക്ഷയിലാണ് പലരും BSNLിലേക്ക് മാറിയത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ഈ പ്രവണത ഇപ്പോഴും തുടരുകയാണെന്നും നിരവധി എയർടെൽ ജിയോ ഉപയോക്താക്കളാണ് തങ്ങളുടെ മൊബൈൽ നമ്പറുകൾ പോർട്ട് ചെയ്യുന്നതെന്നും DNAയുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇപ്പോൾ BSNLുമായി ടാറ്റ കൈകോർക്കുന്ന റിപ്പോർട്ട് കൂടി വരുമ്പോൾ ഈ രംഗത്തെ മത്സരം കടുക്കുമെന്ന് ഉറപ്പാണ്. 15,000 കോടിയുടെ കരാറിന്റെ ഭാഗമായി ടാറ്റ കൺസൾട്ടൻസി സർവീസസ് ഡാറ്റാ സെന്ററുകൾ സ്ഥാപിക്കുകയാണ്. രാജ്യത്തെ 4 മേഖലകളിലായാണ് ഡാറ്റാ സെന്ററുകൾ സ്ഥാപിക്കുന്നത്. DCSും BSNLും ചേർന്ന് ഇന്ത്യയിലെ 1000 ഗ്രാമങ്ങളിലേക്ക് 4G ഇന്റർനെറ്റ് സേവനങ്ങൾ ലഭ്യമാക്കാനാണ് പദ്ധതിയിടുന്നത്. ഇത് സമീപ ഭാവിയിൽ വേഗതയേറിയ ഇന്റർനെറ്റ് സേവനം ഉറപ്പാക്കുമെന്നാണ് അവകാശപ്പെടുന്നത്. നിലവിൽ ജിയോയും എയർടെലുമാണ് 4G ഇന്റർനെറ്റ് സേവനം വിപണിയിൽ ആധിപത്യം പുലർത്തുന്നത്. എന്നാൽ ഡാറ്റയും BSNLും തമ്മിൽ കരാർ ഇവർക്ക് വൻ വെല്ലുവിളിയാകും.